കൂട്ടുകാരെ, സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നാളുകൾക്ക് ശേഷം പ്രസവത്തിനായിട്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയെ തന്റെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടി വരുന്നുണ്ട് സച്ചിക്ക്. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അവര് സച്ചിയുടെ കാറിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. സച്ചി അങ്ങനെ അത് വളരെയധികം സന്തോഷത്തോടെ രേവതിയോടും അച്ഛനോടും ഒക്കെ വന്ന് പറയാണ്. പിന്നീട് എന്താ ഉണ്ടായതെന്നൊക്കെ രേവതി ആകാംക്ഷയോട് ചോദിക്കുമ്പോ, ഞാൻ അവർക്ക് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു രേവതി. ഒടുവിൽ ആ സ്ത്രീയുടെ കൂടെയുള്ളവരെ ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ എടുത്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. എന്തുമാത്രം സോഫ്റ്റ് ആണെന്നറിയോ അതിനെ? നീ ദിവസവും കെട്ടുന്ന പൂവില്ലേ, അത് കയ്യിലെടുത്ത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു ആ കുഞ്ഞിന്റെ ദേഹം എന്നൊക്കെ പറയുകയാണ് സച്ചി. ആ കുഞ്ഞ് അതിന്റെ കുഞ്ഞി കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ടുണ്ട് രേവതി. അത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നെന്നൊക്കെ വളരെയധികം സന്തോഷത്തോടെ പറയുകയാണ് സച്ചി. ആ സമയം ചന്ദ്രമതി ആണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ വിശേഷമൊക്കെ കേൾക്കുന്നു. ഈ വീട്ടിൽ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു വിശേഷവും കേൾക്കാറായിട്ടില്ലേ? 3 മരുമക്കളുണ്ട്, എന്നിട്ടും ഒരു വിശേഷം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കുമ്പോ, ഇങ്ങനെ വിഷമിക്കാതെ ചന്ദ്ര, നമ്മുടെ 3 മരുമക്കളിൽ ഒരാളെങ്കിലും എത്രയും പെട്ടെന്ന് വിശേഷം അറിയിച്ചിരിക്കുമെന്നൊക്കെ പറയുകയാണ് രവീന്ദ്രൻ. രവീന്ദ്രൻ ചന്ദ്രയോട് അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോ സച്ചിയും രേവതിയും ഒരു കള്ളച്ചിരിയോടെ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് സച്ചിയും രേവതിയും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് ഛർദ്ദിക്കാനായിട്ട് വരുമ്പോ അവൾ വേഗം വാഷ് ബേസിനടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അത് കണ്ടിട്ട് പേടിയോടെ എന്താ രേവതി എന്നും ചോദിച്ച് അവളുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. രേവതിയുടെ പുറമൊക്കെ തട്ടിക്കൊടുത്തതിനു ശേഷം, എന്ത് പറ്റി രേവതി, നീ എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിച്ചായിരുന്നോ? വയറിന് പിടിക്കാത്തത് എന്തെങ്കിലും എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ, എന്താണെന്നറിയില്ല സച്ചിയേട്ടാ, രാവിലെ മുതലേ എനിക്ക് ചെറിയൊരു ക്ഷീണവും തലകറക്കവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് തീരെ വയ്യ സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് സച്ചി രേവതിക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് രേവതിക്ക് പെട്ടെന്ന് ഓക്കാനം പോലെ വന്നിട്ട് വീണ്ടും ഛർദ്ദിക്കാനായിട്ട് ഓടിപ്പോവാണ് അവള്. രേവതി വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നത് കാണുന്ന സച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി. ആ സമയം അത് കണ്ടുകൊണ്ട് വരുന്ന രവീന്ദ്രനാണെങ്കിലും മോൾക്ക് ഇത് എന്ത് പറ്റി സച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല അച്ഛാ, രേവതിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം വായിലേക്ക് വെക്കുന്നതും ഛർദ്ദിച്ച് കളയാണെന്നൊക്കെ പറയുമ്പോ, എന്നിട്ടാണോ സച്ചിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. ആ സമയം ഇതെല്ലാം അവിടെ മറിഞ്ഞു നിന്ന് കാണുന്ന ചന്ദ്രമതിയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. ഇനി താൻ ഭയന്ന് തങ്ങാനും സംഭവിച്ചോന്ന് കരുതിയിട്ട് ഇവളെങ്ങാനും ഗർഭിണിയാണോ എന്നുള്ള പേടിയോടെ സച്ചിയെയും രേവതിയെയും മാറി മാറി നോക്കുകയാണ് ചന്ദ്രമതി. എന്തായാലും സച്ചി രേവതിയോട് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോ രേവതിയാണെങ്കിൽ പറയുന്നത്, അതിന്റെയൊന്നും ആവശ്യമില്ല സച്ചിയേട്ടാ, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ചിലപ്പോൾ വയറിന് പിടിക്കാത്തത് എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ സച്ചിയേട്ടാ, ഇത് മാറിക്കോളുമെന്നൊക്കെ പറഞ്ഞ് രേവതി കിടക്കാനായിട്ട് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ, ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും സച്ചി ഇവിടെ ഉണ്ടല്ലോ, മോള് സച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് അവളെ നിർബന്ധിക്കുന്നുണ്ട് രവീന്ദ്രൻ. എന്തായാലും സച്ചിയും രവീന്ദ്രനും ഇങ്ങനെ മാറി മാറി നിർബന്ധിക്കുമ്പോ രേവതി പിന്നീട് മറുത്തൊന്നും പറയുന്നില്ല. സച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയാവുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യവും പേടിയും എല്ലാം കൂടി കലർന്ന ഒരു അവസ്ഥയിലായിരിക്കും. ആ സമയവും രേവതിയെ എങ്ങനെയെല്ലാം കുത്തി നോവിക്കാവോ അങ്ങനെയെല്ലാം കുത്തി നോവിക്കുന്നുണ്ട് കേട്ടോ അവര്. വെറുതെ ഒന്ന് ഛർദ്ദിച്ചതല്ലേ ഉള്ളൂ, ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നീ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വെറുതെ ക്യാഷ് മുടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നീ വന്ന് കയറിയത് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണെന്നൊക്കെ പറയുന്ന ചന്ദ്രമതിക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി. അതെ, എന്റെ ഭാര്യ കാരണം എനിക്ക് നഷ്ടങ്ങൾ വന്നെന്നേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ മാത്രമാണ് കാരണം, എന്റെ എടുത്തുചാട്ടം കാരണം. അല്ലാതെ ഇനിയും അതിന്റെ പേരിൽ എന്റെ ഭാര്യയെ കുത്തി നോവിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ സച്ചി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കറിയാലോ എന്നെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയുടെ വാ അടപ്പിക്കുന്നുണ്ട് സച്ചി. ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോഴെങ്കിലും നിന്റെ ദുഷ്ടത്തരം ഒന്ന് മാറ്റി വെച്ചൂടെ ചന്ദ്ര, നീ ഒരിക്കലും നന്നാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും മക്കൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, കാര്യം എന്താണെന്ന് അറിയാമല്ലോ, സമയം കളയണ്ടെന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. പീരിയഡ്സിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുന്ന സമയത്തായിരിക്കും രേവതിയും സത്യം പറഞ്ഞാൽ അക്കാര്യത്തെ കുറിച്ച് ഓർക്കുന്നത്. ഈ മാസം തന്റെ പീരിയഡ്സ് മിസ്സായിട്ടുള്ള കാര്യം രേവതിയും അപ്പോഴായിരിക്കും ഓർക്കുന്നത്.
ഡോക്ടർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളായിട്ട് തന്നെ ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നത് കേൾക്കുമ്പോ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്താ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? വേഗം ഇവളെ പരിശോധിച്ച് ഇവളുടെ അസുഖം കണ്ടെത്താൻ നോക്ക്, എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കാൻ നോക്ക്. അല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവാനാണെന്നൊക്കെ പറഞ്ഞു ഡോക്ടറോട് ചൂടാവാണ് സച്ചി. രേവതി ആണെങ്കിൽ അതിനിടയ്ക്ക് സച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് ഒന്ന് അടങ്ങിയിരിക്കും സച്ചിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചിയുടെ ഈ ദേഷ്യവും പരിഭ്രമവും ഒക്കെ കാണുന്ന ഡോക്ടർക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ലൈഫിനെ കുറിച്ച് നല്ല ഉത്കണ്ഠയാണല്ലോ ഇയാൾക്ക്. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്ററെ വിളിച്ച് രേവതിയുടെ ഫയൽ അവരെ ഏൽപ്പിക്കുന്നുണ്ട് ഡോക്ടർ. സച്ചി കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുമ്പോ രേവതിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ അവൾക്ക്. രേവതിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷമൊക്കെ കണ്ടേ. എന്താ കാര്യമെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് പറയാം സച്ചിയേട്ടാന്ന് പറയുകയാണ് രേവതി. ഇങ്ങനെ അല്പസമയത്തിന് ശേഷം ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടർ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിപ്പിക്കുകയാണ്. അകത്തേക്ക് വന്ന് അവരോടായിട്ട് ഡോക്ടർ ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത പറയുകയാണ് ചെയ്യുന്നത്. കൺഗ്രാറ്റ്സ്, നിങ്ങൾ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോകുന്നെന്നുള്ള ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുമ്പോ സച്ചിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അത്രയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട് സച്ചി. ഈ സന്തോഷത്തോടെ രേവതിയെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യാണോ ഡോക്ടർ, സത്യാണോ ഞാൻ ഈ കേട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ ഒരു ചിരിയോടെ എന്താടോ ഇയാൾക്ക് വിശ്വാസം വരുന്നില്ലേ? സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇയാളുടെ വൈഫ് 2 മാസം പ്രഗ്നന്റ് ആണെന്നൊക്കെ പറയുമ്പോ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് സച്ചിയുടെ. രേവതിയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പ്രകടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ സച്ചി തൽക്കാലം അതിന് മുതിരുന്നില്ല. സച്ചി വളരെയധികം സന്തോഷത്തോടെ രേവതിയുടെ കയ്യിൽ വിടാതെ പിടിച്ചിരിക്കുകയായിരിക്കും. പിന്നീട് അങ്ങനെ ഡോക്ടർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നുണ്ട്. തിരികെ പോകാനായിട്ട് കാറിൽ കയറിയ പാടെ സച്ചി രേവതിയെ ഇറുകെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു. എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് നിനക്കറിയോ? 2 ദിവസം മുമ്പ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി. ഇപ്പതാ സ്വന്തമായിട്ട് നമുക്കൊരു കുഞ്ഞു വരാൻ പോകുന്നു. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു ഓടിക്കളിക്കാൻ പോകുന്നു. അച്ഛനൊക്കെ ഇതറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവുമായിരിക്കും അല്ലേ രേവതി എന്നൊക്കെ പറയുമ്പോ രേവതിയും വളരെയധികം സന്തോഷത്തിലായിരിക്കും. താനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാണെന്ന് തിരിച്ചറിഞ്ഞ രേവതി തന്റെ വയറിൽ കൈവച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയം സച്ചി രേവതിയോടായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ രേവതി? അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സമയം പെണ്ണുങ്ങൾക്ക് പലതും കഴിക്കാൻ ആഗ്രഹം തോന്നുമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയുടെ ഓരോ ഇഷ്ടങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് രേവതിക്ക് വേണ്ടി ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വീട്ടിൽ കൊടുക്കാനുള്ള സ്വീറ്റ്സും എല്ലാം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തുന്നതും കാറിൽ നിന്നും ഇറങ്ങുന്ന രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും സച്ചി തിരികെ വീട്ടിനുള്ളിലേക്ക് കയറുന്നത്. രവീന്ദ്രനാണെങ്കിൽ സച്ചിയും രേവതിയും വരുന്നതും കാത്ത് ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരിക്കും. അങ്ങനെ അവർ വന്ന പടേ രവീന്ദ്രൻ സച്ചിയോടായിട്ട് എന്ത് പറ്റി മോനെ, നീ എന്തിനാ മോളെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? മോൾക്ക് തീരെ വയ്യേ? ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. സച്ചി അതേ ചിരിയോടെ തന്നെ രവീന്ദ്രനോടായിട്ട് അച്ഛന്റെ മോൾക്ക് ഒരു കുഴപ്പവുമില്ല അച്ഛാ, അച്ഛൻ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും സീറ്റ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് സച്ചി. തുടർന്ന് അച്ഛൻ ഇതിൽ നിന്നും ഒന്നെടുത്ത് കഴിക്ക്, കാര്യം എന്താണെന്ന് ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ വീട്ടിലുള്ള എല്ലാവരും ഹോളിലേക്ക് വരുന്നുണ്ട്. രവീന്ദ്രൻ സ്വീറ്റ്സ് എടുത്ത് കഴിച്ചുകൊണ്ട് എന്താടാ ഇനിയെങ്കിലും കാര്യം പറയാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സച്ചി വളരെയധികം സന്തോഷത്തോടെ അച്ഛാ ഞാനൊരു അച്ഛനാവാൻ പോകുന്നു, അച്ഛനൊരു അച്ഛനാവാൻ പോകുന്നു, രേവതി ഗർഭിണിയാണ് അച്ഛന്നൊക്കെ പറയുമ്പോ രവീന്ദ്രൻ നിറഞ്ഞ മനസ്സോടെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. പക്ഷേ സച്ചിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നതും ചന്ദ്രമതി ആകെ ഷോക്കഡായിട്ട് നിൽക്കായിരിക്കും. രവീന്ദ്രൻ പിന്നീട് രേവതിയോടായിട്ട് മോളെ ഞാൻ കേട്ടത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അതേന്നുള്ള രീതിയിൽ നാണത്തോടെ തലകുലുക്കുകയാണ് രേവതി. അച്ഛന് ഒരുപാട് സന്തോഷമായി മക്കളെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. ശ്രുതിയും വർഷവും ഒക്കെ ആണെങ്കിലും ഈ ഒരു വാർത്ത കേട്ടതിന്റെ സന്തോഷത്തിൽ തന്നെയായിരിക്കും അവർ വന്ന് രേവതിയോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ബാക്കിയുള്ളവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര മാത്രം അതെടുക്കാതെ മുഖം തിരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. ചന്ദ്രമതി അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണുന്നതും എന്ത് പറ്റി ചന്ദ്ര, ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടും നിനക്ക് സന്തോഷമില്ലേ? ഈ ഇന്നലെ കൂടെ ഇതിനെ കുറിച്ച് പറഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. ചന്ദ്രമതി മുഖം വീർപ്പിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ മാത്രം സന്തോഷിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. സച്ചി ഉടനെ തന്നെ അച്ഛാ ശ്രുതിക്കൊരു കുഞ്ഞു പിറക്കുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞുണ്ടാവുന്നത് അമ്മയ്ക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല അച്ഛാ. അമ്മ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും, അച്ഛൻ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. എന്തായാലും അച്ഛൻ
അച്ഛമ്മയെ ഒന്ന് വിളിക്കേ, എനിക്ക് ഈ വാർത്ത ചൂടോടെ തന്നെ അച്ഛമ്മയെ അറിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ ഒട്ടും സമയം കളയാതെ അമ്മയെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് അച്ഛമ്മയോടായിട്ട് സച്ചി വളരെയധികം സന്തോഷത്തോടെ ഇക്കാര്യം പറയുമ്പോ അച്ഛമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശേഷം അച്ഛമ്മ രേവതിയോടായിട്ട് ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണമെന്നും ഒരുപാട് ജോലികളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും വിഷമം സഹിക്കാനാകാതെ ദേഷ്യത്തോടെ രേവതിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അങ്ങനെ സച്ചിയും രേവതിയും റൂമിലേക്ക് പോകുന്നതും രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നിനക്കൊരു സന്തോഷമില്ലാത്തത്? സാധാരണ അമ്മമാർ മരുമകൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? മരുമക്കളെ സ്നേഹം കൊണ്ട് മൂടും. പക്ഷെ നിന്റെ മനസ്സിന് ഇപ്പോൾ ഒരു മാറ്റവുമില്ലല്ലോ, നീ എന്താ ചന്ദ്ര ഇങ്ങനെ? ആ സമയം ചന്ദ്രമതി രവീന്ദ്രനോടായിട്ട്, എന്റെ മൂത്ത മകൻ സുധിയാണ്, അവനൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ സച്ചിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ലെന്നൊക്കെ പറയുമ്പോ അത് കേൾക്കുന്ന രവീന്ദ്രന് ദേഷ്യമാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് വീണ്ടും ചന്ദ്രയോടായിട്ട് പറയുന്നത്, എന്തൊരു മനസ്സാടി നിന്റെ? സുധിയാണ് മൂത്തതെങ്കിലും ആദ്യ വിവാഹം കഴിഞ്ഞത് സച്ചിയുടെ അല്ലേ? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരദാനമാണ്, അത് ആർക്ക് എപ്പോ നൽകണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നെല്ലാം രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും രവിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സുധി കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്ന് തന്നെ പറയുകയാണ് ചന്ദ്ര. എന്തായാലും റൂമിലെത്തുന്ന സച്ചിയും രേവതിയും വീണ്ടും പരസ്പരം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മൾ ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആകും. ആൺകുഞ്ഞായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ? അച്ഛമ്മ പറയുന്നത് പോലെ നിന്നെ പോലെ ഒരു പെൺകുഞ്ഞിനെ കിട്ടാനാണ് എനിക്കും ആഗ്രഹം. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ഇങ്ങ് കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കിനി ഒട്ടും കാത്തിരിക്കാൻ വയ്യെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി രേവതിയോട്. അന്നേരം രേവതി കുസൃതിയോടെ സച്ചിയോടായിട്ട് പറയുന്നത്, അങ്ങനെ പെട്ടെന്നൊന്നും കുഞ്ഞിനെ കയ്യിൽ കിട്ടില്ല സച്ചിയേട്ടാ, നീയും ഒരു 7 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ 7 മാസം ഉള്ളൂ, അതൊക്കെ അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞോളുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് സച്ചി. അതിനുശേഷം ചന്ദ്രമതി ശ്രുതിയോടായിട്ട്, നീ കണ്ടല്ലോ അവൾക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു, നീ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവര് രണ്ടുപേരും അടിച്ചു പിരിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പതാ അവൾ ഗർഭിണിയാണെന്ന്. എനിക്കിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ശരിക്കും ദേഷ്യമാണ് വരുന്നത്. തന്നെ ശ്രുതി ചന്ദ്രമതിയോടായിട്ട്, ആന്റി എന്തൊക്കെയായി പറയുന്നത്? സച്ചിയും രേവതിയും ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഏതൊരു ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിൽ സംഭവിക്കേണ്ടതല്ലേ അവർക്കിടയിലും സംഭവിച്ചിട്ടുള്ളൂ. അവരുടെ വിവാഹമല്ലേ ആന്റി ആദ്യം നടന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി ആദ്യം ഗർഭിണിയായത് ചന്ദ്രമതിക്ക് ഒട്ടും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല മോളെ. നിങ്ങൾക്കായിരുന്നു ആദ്യം ഒരു കുഞ്ഞു പിറക്കേണ്ടിയിരുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആ ദേഷ്യവും വിഷമവും ഒക്കെ ശ്രുതിയുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് ചന്ദ്രമതി. എന്തായാലും രേവതിക്ക് വിശേഷമുള്ളത് അറിഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയും ദേവികയും ശരത്തുമെല്ലാം വരുന്നുണ്ട്. അധികം വൈകാതെ അച്ഛമ്മയും എത്തുന്നുണ്ട്, രേവതിക്കുള്ള ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി രേവതിയുടെ വിശേഷമൊക്കെ വലിയൊരു ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. സച്ചിയാണെങ്കിലും രേവതിയുടെ ഓരോ ആഗ്രഹങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടും അത് നടത്തി കൊടുത്തുകൊണ്ടും അവളുടെ കൂടെ തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റോറി ഞാൻ തെലുങ്കിൽ നിന്നും ബേസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. മലയാളത്തിൽ വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. എന്തായാലും ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.